ഹലോ മൈഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എങ്ങനെയാണ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നത് എന്നാണ്. പ്രിലിംസിനും മെയിൻസിനുമായിട്ട് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ടൈമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ പ്രിലിംസിന്റെ സിലബസ് യാതൊരുവിധ വ്യത്യാസവും ഇവിടെ വന്നിട്ടില്ല. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, അതെല്ലാം കൂടി ചേർത്ത് 10 മാർക്ക്. ബേസിക് കമ്പ്യൂട്ടറിന് 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, മാത്സിന് 20 മാർക്സ്, ഇംഗ്ലീഷ് 20, മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് ടോട്ടൽ 100 മാർക്ക് വന്നിരിക്കുന്നത്. ഇപ്പം എക്സാം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. അതായത് പ്രിലിംസ് പരീക്ഷ മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് നടക്കുന്നത് എന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. മെയ് ജൂലൈ മാസങ്ങളിലായിട്ട്, മെയ് മുതൽ ജൂലൈ വരെയുള്ള. ഇനി മെയിൻസ് പരീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലുള്ള ആ ഒരു ടൈമിലായിരിക്കും നടക്കുന്നത് എന്നിട്ടാണ് ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. മെയ് ജൂലൈ. ഇപ്പം മെയ്യിലേക്ക് പ്രിലിംസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. ഇനി ജസ്റ്റ് 5 മാസമാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളത്, പ്രിലിംസ് പരീക്ഷയ്ക്ക്. ഇപ്പം രണ്ടിനും കൂടെ നിങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും കൂടെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് പഠിക്കാനും പറ്റും. പേപ്പർ 2-ന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഇതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ടൈമിൽ പ്രിലിംസ് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത സ്റ്റുഡൻസ് വേറൊരു രീതിയിൽ അപ്ലൈ ചെയ്യണം. വേറൊരു രീതിയിൽ അപ്ലൈ ചെയ്യുക മീൻസ് പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 50 മാർക്ക് പ്രയോറിറ്റി വന്നിരിക്കുന്നത് ആർക്ക് തന്നെയാണ്? നോൺ GK പാർട്ടാണ്. ഇവിടെ നമുക്ക് കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെയാണ് ടോട്ടൽ 50 മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഇവിടെയും 50 മാർക്ക് വന്നിരിക്കുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആണ്. അപ്പം ഈ ഒരു ഏരിയക്കകത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഡെയിലി വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാർക്ക്, പ്രിലിംസ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്കോറിന്റെ മാർക്ക് നിങ്ങൾക്ക് കൂട്ടി നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എലിജിബിൾ ആവത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇതുവരെ പ്രിലിംസ് പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിലും ഫസ്റ്റ് ടൈം ആണ്, ബിഗിനർ ആണ് എങ്കിലും നിങ്ങൾ ഈ ഒരു ഏരിയയ്ക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ പ്രിലിംസ് ഒക്കെ നല്ല രീതിയിൽ പാസ്സാകും, നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ മെയിൻസ് പരീക്ഷയാണ് നിങ്ങൾക്ക് പാടെങ്കിൽ രണ്ടും കൂടെ ഒരേ രീതിയിൽ കൊണ്ടുപോകണം. ഇതിനെല്ലാം കൃത്യമായിട്ട് തന്നെ, അതായത് ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ നിങ്ങൾ PYQനെ നല്ല രീതിയിൽ ആശ്രയിക്കുക. നന്നായിട്ട് ഇതുവരെ ചോദിച്ചിരിക്കുന്ന +2 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ഈ 3 പരീക്ഷകൾക്കും, ഈ 3 ടോപ്പിക്കിനും, മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയുടെ മാർക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതല്ലാത്തവര്, അതായത് പ്രിലിംസ് ഒക്കെ നേരത്തെ ഓൾറെഡി പാസ്സാകിയിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രിലിംസ് വലിയ പേടിയില്ല എങ്കിൽ നിങ്ങൾ മെയിൻസും കൂടെ ഇപ്പോഴേ ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാര്യം ഇവിടെ വരുന്ന സമയത്ത് മാർക്ക് ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി പേപ്പർ 2 എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് 100 മാർക്കാണ്. അവിടെ അഡ്മിനിസ്ട്രേഷന് 10 മാർക്കും മാനേജ്മെന്റിന് 10 മാർക്കും ആണ് വന്നിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓറിയന്റ് ചെയ്തിട്ട് ടോട്ടൽ 20 മാർക്കാണ് വന്നിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന് പാർട്ട് 2-ൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? 20. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ വരും. ഇനി കേരള എക്കണോമി റിലേറ്റ് ചെയ്ത് 15 മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡെവലപ്മെന്റിനും 15 മാർക്കാണ്. അതായത് കേരള എക്കണോമിക്കും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനും ടോട്ടൽ 30 മാർക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് 20 മാർക്സ് ആണ് വന്നിരിക്കുന്നത്. അത് നാഷണൽ ലെവലിലുള്ളതും സ്റ്റേറ്റ് ലെവലിലുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ A to Z. അതായത് ഇവിടെ നമുക്ക് കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വന്നിട്ടില്ല. ദാറ്റ്സ് വൈ നമ്മൾക്ക് ആ ഒരു ടോപ്പിക് കൂടെ ഇതിനകത്തോട്ടൊന്ന് തന്നിരിക്കുവാണ്. അപ്പം ആ 10th ലെവൽസിനകത്തുള്ള അത്രയും കണ്ടന്റ്സ് പഠിക്കുകയും +2 ലെവൽസിനകത്ത് 2 ചാപ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട്, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ +2 ലെവലിൽ നിന്ന് കൂടുതലായിട്ട് നിങ്ങളുടെ
ചെയ്തെടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഗവേണൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോർമലി കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ സിലബസിനകത്ത് വന്നിട്ടുള്ളതാണ്. സോ ഈ ഗവേണൻസ് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാവുന്ന അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് 10 മാർക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ടോട്ടൽ പേപ്പർ 2ന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 9 മൊഡ്യൂൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ മൊഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈ സിലബസ് കൂടെ നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് ഓൾറെഡി സിലബസ് ഞാൻ നോക്കിയ സമയത്ത് വലിയ രീതിയിൽ നമ്മളെ പ്രോബ്ലം ചെലുത്തുന്നതല്ല. ഓൾറെഡി നമ്മൾ ആ ഒരു ഏരിയാസ് ഒക്കെ പല പ്രാവശ്യമായിട്ട് കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. പിന്നെ കേരള എക്കണോമി റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്തും കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഇത് വലിയ പ്രോബ്ലം ഇല്ല. ആദ്യമേ തന്നെ ഈ പ്ലസ് NCERT പഠിക്കുന്ന കൂട്ടത്തിൽ ഈ 7-8 ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് 7-8 മൊഡ്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നന്നായിട്ടൊന്നുകൂടെ റെഫർ ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം കുറച്ചുകൂടെ ഡീപ്പ് ലെവൽ സ്ട്രെസ് കൊടുത്തിട്ട് ആ 20 മാർക്സിനുള്ള കാര്യങ്ങൾ പഠിച്ചു പോയേച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പൊ ഹിസ്റ്ററിക്കകത്ത് വന്നിരിക്കുന്നത് ടോട്ടൽ 10 മാർക്കാണ് പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഇനി മെയിൻസ് പരീക്ഷയ്ക്ക് അത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 7 മാർക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടലി നമുക്ക് ഇവിടെ എത്ര മാർക്ക് വാങ്ങാം? 17 മാർക്ക് നമ്മൾക്ക് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന രീതിയിൽ വേണം നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ജോഗ്രഫിക്ക് ആണെങ്കിൽ എത്ര വരുന്നുണ്ട്? പ്രിലിംസിനകത്ത് 5ഉം മെയിൻസ് പരീക്ഷയ്ക്കകത്ത് 7 മാർക്കുമാണ് വന്നിരിക്കുന്നത്. എക്കണോമിക്സ് ഇവിടെ 5, അവിടെ 7 മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ ഇപ്പോഴേ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിന് പ്രത്യേകിച്ച് ഒന്നുകൂടെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ NCERTക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ സിലബസ് മാത്രം കവർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതുവരെ PSC ചോദിച്ചിരിക്കുന്ന 2021 മുതൽ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്ന ഏകദേശം 10-30ഓളം ചോദ്യപേപ്പർ ഉണ്ട്. ആ ചോദ്യപേപ്പർ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിനകത്തൂടെ നിങ്ങൾ കടന്നു പോയെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്കകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് GK ലെവലിൽ മാർക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം നമ്മൾക്ക് LDC പോലെയുള്ള ജോബ് അല്ല, അതിന്റെ ഡബിൾ സാലറിയാണ് ഇതിനകത്ത് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെയാണ് പ്രൊമോഷൻ പോസ്റ്റ് വരുന്നത്. അതെല്ലാം ഓർത്തിട്ട് വേണം നമ്മൾ ഈ പരീക്ഷ പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ. എല്ലാം നിങ്ങളുടെ സ്വന്തം താല്പര്യം ആണ്, ആരും കമ്പൽ ചെയ്യുന്നില്ല. ഇപ്പൊ സിവിക്സ് ഇവിടെ നമുക്ക് 5 മാർക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സിവിക്സ് ഇല്ല. പകരമായിട്ട് ഇപ്പുറത്ത് വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുത്തിട്ട് എന്തായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ, ഈ 20 മാർക്ക് ഇവിടെ ഒന്നിച്ച് കയറി അങ്ങ് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 5 മാർക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സിവിക്സിനകത്ത് നോർമൽ കേരള പിന്നെ കുറച്ച് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ സിവിൽ സർവീസ് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഈ ഒരു സിലബസിനകത്ത് പറയുന്നുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് 20 മാർക്കാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നിങ്ങൾ ഓവറോൾ പ്രിലിംസിനെയും മെയിൻസിനെയും പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ടൈം എടുക്കാൻ എവിടെ കാണത്തില്ല. റിസൾട്ട് വന്നതിന് ശേഷം അവിടെ നമ്മൾക്ക് എന്ത് അഡീഷണലി പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്? ഈ പറയുന്ന ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ ടോട്ടൽ നമ്മൾക്ക് 21 മാർക്കാണ് മെയിൻസ് പരീക്ഷയ്ക്കകത്ത് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി എത്ര മാർക്കിനേ ഉള്ളൂ? 5 മാർക്കിനേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ട് ബാക്കി അങ്ങ് തള്ളിക്കളയാവുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ടോട്ടലി നമ്മൾക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വരുന്ന സമയത്ത് 50 മാർക്കാണ് വരുന്നത്. അതേസമയം മെയിൻസ് പരീക്ഷ വരുന്ന സമയത്ത് എത്ര മാർക്ക് വരുന്നുണ്ട്? അവിടെ ഈ ഒരു രീതിയിലാണ് 15, 13, 13 എന്നിട്ടുള്ള രീതിയിലാണ് മാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയും നിങ്ങൾ കൃത്യമായിട്ട് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യത്തക്ക രീതിയിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചേച്ചാൽ മതി. ദെൻ അതിനുശേഷം നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പഠിക്കുക. ആർട്സിന് 2 രീതിയിലും പ്രാധാന്യമുണ്ട്. ആർട്സിന് പ്രിലിംസ് പരീക്ഷയ്ക്ക് 10 മാർക്കാണ് വന്നിരിക്കുന്നത്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ കൾച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ 10 മാർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത്. മെയിൻസ് പരീക്ഷയ്ക്കാണെങ്കിൽ ടോട്ടൽ 11 മാർക്ക് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ പ്രിലിംസ് പരീക്ഷയ്ക്ക് 5 മാർക്കാണ്, കമ്പ്യൂട്ടർ മെയിൻസ് പരീക്ഷയ്ക്ക് 6 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം നിങ്ങൾ പ്രിലിംസും മെയിൻസും കൂടെ പഠിക്കുവാണ് എങ്കിൽ ഈ ഒരു രീതിയിലാണ് മാർക്കിന്റെ അറേഞ്ച്മെന്റ് വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഡീഷണലി നിങ്ങൾക്ക് ഒരു 70ഓളം മാർക്കുകൾ മാത്രം പേപ്പർ 2വിൽ നിന്ന്
മാക്സിമം കണ്ടെത്തിച്ചാൽ മതി അഡീഷണൽ ആയിട്ട്. അപ്പം അതും കൂടെ നിങ്ങൾ 70-നകത്ത് ഒരു 30 മാർക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും നേടിക്കഴിഞ്ഞാൽ പോലും എന്ത് ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു 120 മാർക്കോളം നിങ്ങൾ ടോട്ടലി നേടിയെടുത്താൽ മതി. 200 മാർക്കിനകത്ത് മാക്സിമം ആണ് ഞാൻ പറഞ്ഞത്. ഒരു 200 ഒരു 120 മാർക്കൊക്കെ നിങ്ങൾ മാക്സിമം നേടിക്കഴിഞ്ഞാൽ മതി അത്യാവശ്യം ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പം ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടെക്സ്റ്റൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ വരും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മെയിൻസ് 2-ന്റെ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി തന്നെ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വേണം ബിഗിനേഴ്സ് പഠിക്കാനും ഇതുവരെ പ്രിലിംസ് പാസ്സായിട്ടില്ലാത്തവർ പഠിക്കാനും വേണ്ടിയിട്ട്. അല്ലാത്തവരും ഈ ഒരു ഇതിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ട് 2021 മുതൽ 24 വരെ PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കൃത്യമായിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-ലാണെങ്കിൽ 8 മാർക്കോളം ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ. വല്ലപ്പോഴും ഈ പരീക്ഷയുടെ 1 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പൊക്കെ നിങ്ങൾ എടുത്ത് വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വരത്തില്ല. ഓരോ ദിവസവും ഓരോ കൃത്യമായിട്ട് സ്റ്റെപ്സ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ സിലബസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കരുത്. കാര്യം വീഡിയോയുടെ ഇതിനേക്കാൾ വലിയ രീതിയിലാണ് സിലബസ് ഒക്കെ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് അത്രത്തോളം ടൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. പഠിച്ചവർക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് ഉയരണോ വേണ്ടയോ, അതോ നിങ്ങൾക്കിത് പിന്മാറണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഇറ്റ്സ് അപ് ടു യു. ഓക്കെ. അപ്പം നമ്മൾ ഓൾറെഡി ഇത്രയും ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത്, അതായത് ഇവിടെ ടോപ്പിക്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്പെഷ്യൽ ലോ എന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ടോപ്പിക്കിനകത്ത് വേണ്ട IT, CA, ആർട്സ്, ലൈഫ് സയൻസ്, കെമിസ്ട്രി, ജോഗ്രഫി, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ, കോൺസ്റ്റിറ്റ്യൂഷന്, സയൻസ് ആൻഡ് ടെക്നോളജി, കേരള അഡ്മിനിസ്ട്രേഷൻ. അതിനകത്ത് നമുക്ക് ഈ ദുരന്ത നിവാരണമൊക്കെ അല്ലെങ്കിൽ സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട് അത് കൂട്ടാവുന്നതാണ് കേരള അഡ്മിനിസ്ട്രേഷന് പകരമായിട്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇപ്പൊ നമ്മൾക്ക് അതിന് ജനുവരി 3 വരെ ഓഫർ അവൈലബിൾ ആണ്. 999 ആണ് ജനുവരി 3 വരെ ഇതിന് അവൈലബിൾ ആയിരിക്കുന്നത്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാ ക്ലാസ്സിന്റെ ടൈമിംഗ് 7 മണി മുതൽ 7:45 വരെയാണ്. ടീച്ച്മിന്റ് ആപ്പിനകത്താണ് ക്ലാസ് വരുന്നത്. PDF-ഉം അവൈലബിൾ ആയിരിക്കും. ലൈവ് കാണാൻ പറ്റുന്നവർക്ക് റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. എല്ലാ ആഴ്ചയിലും പരീക്ഷ ഉണ്ടായിരിക്കും. ഇനി ഇത് കൂടാതെ നിങ്ങൾ NCERT അല്ലെങ്കിൽ നിങ്ങൾക്ക് NCERT സ്വന്തമായിട്ടൊക്കെ പഠിക്കുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിൽ സെപ്പറേറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 80 ചാപ്റ്റർ ആണ് ടോട്ടൽ അതിനകത്ത് വരുന്നത്. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള PDF ഉണ്ട്, പോൾ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും, അതുപോലെ തന്നെ ഓഡിയോ ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. ഇപ്പൊ അതിന്റെ ഓഫർ എന്ന് പറഞ്ഞിരിക്കുന്നത് 199 രൂപയാണ്. എന്തായാലും ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന NCERT ടോപ്പിക്സ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.